ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരാനും കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നതിലും ഒരു പ്രധാന പങ്ക് ലീഡർക്കുള്ളതാണ്. വാസ്തവം പറഞ്ഞാൽ ലീഡറെക്കുറിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമുക്കറിയാൻ പറ്റും. വർഗീയ ഫാസിസത്തിലൊക്കെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ലീഡറുടെ കുറവ് ഒരു വലിയ കുറവ് തന്നെയാണ്. ലീഡറെ പോലെ ആളുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ഓർത്തുമില്ല. എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ മതവിശ്വാസിയാണെങ്കിൽ പോലും എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ 1-ാം തീയതി പോകുന്നൊരു വിശ്വാസിയാണ്. അതാണെങ്കിൽ പോലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും അവരുടേതായ ആരാധനകളും ചെയ്യാനുള്ള കഴിവും എല്ലാം നേടിയെടുക്കുന്നതിന് മുമ്പിൽ നിന്ന് പോരാടിയ ഒരു ധീരനായ നേതാവാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന അന്നത്തെ ചെറുപ്പക്കാരാണ് ഇത് പാർട്ടി ലീഡർഷിപ്പിലുള്ള പലരും. അങ്ങനെ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം പാർട്ടി ശക്തിപ്പെടുത്താനും എല്ലാം മറന്ന് മുമ്പോട്ട് പോകാനും ഇത്രയും കഴിവുള്ള ഒരു നേതാവ് ലീഡർ പോലെ വേറെയില്ല. ആമയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. കൊപ്പം മണ്ഡലം പ്രസിഡന്റ് AK മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വാസുദേവൻ കൊട്ടാരത്തിൽ, MN ചന്ദ്രൻ, ശശി പുട്ടക്കൽ, വിശാഖ് B നായർ, NV ഉദയശങ്കർ, അജയ് ഘോഷ്, വാസു K, മുസ്തഫ PK, മിൻഷാദ് K, കൃഷ്ണൻ കൊപ്പം, പ്രസാദ് കുന്നത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.